ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തല അജിത് കുമാർ അഥവാ നമ്മുടെ AK നായകനായിട്ട് എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോ ആ ട്രെയിലർ റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ്, ഉഷ, പ്രഭു, ஷைன் டவுன் சாக்கோ. இப்பதான் உங்க வரலாறு எடுத்து அஜிதாஸ் இல்ல, நீ பெரிய வில்லன்னு கேள்விப்பட்ட. ஜிவி பிரகாஷ், வாவ், ഇതിന്റെ പഴയ ലുക്കിലാണ് என் கேம்ல ഓ நான் தான்டா உனக்கு வில்லன். This is ഒളേ fucking game. So sweet. ஓ எங்க அப்பாவை கார்ல இருந்து நடு ரோட்ல தள்ளி விட்டதே அவர்தான். தம் எனக்காக விட்டேன், சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணுனா ഓ കാർത്തികേയ ദേവ എമ്പുരാനിലെ പൃഥ്വിരാജ് ചെറുപ്പം അഭിനയിച്ച ഓ 10 கிலோ கறி வேணும் பாய். இருங்க பாய். சார் உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும், அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? അജിത് കുമാർ, அவன் பயத்துக்கே பயம் காட்டுறவன். ஓ கை இருக்கும், கால் இருக்கும், ஆ, மூக்கு இருக்கும், மொழி இருக்கும், ஆனா உயிர் இருக்காது. ஆதித்ய ரவிச்சந்திரன், ഗുഡ് ബാഡ് അഗ്ലി. ரொம்ப வருஷம் ஆச்சுல. സിമ്രാൻ, ഇപ്പോ സിമ്രാൻ ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. അപ്പോ വെടിക്കെട്ട് ട്രെയിലർ ആണ് വന്നിരിക്കുന്നത്. അർജുൻ ദാസ് ആണ് വില്ലൻ എന്ന് തോന്നുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി എത്തുന്നതെന്നുണ്ടെങ്കിലും കോമഡിക്ക് നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട് എന്ന് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ 25 വർഷങ്ങൾക്ക് ശേഷം സിമ്രാൻ അജിത് കുമാർ കോംബോ കൂടി വരികയാണ് ഈ ചിത്രത്തിൽ. അതുപോലെ എടുത്തു പറയേണ്ടത് കാർത്തികേയ ദേവ, നമ്മുടെ എമ്പുരാനിലെ സയ്യിദ് മസൂദ് അഥവാ നമ്മുടെ പൃഥ്വിരാജ് ചെറുപ്പവേഷം ചെയ്ത നടനാണ് കാർത്തികേയ ദേവ. അപ്പോ കാർത്തികേയ ദേവ ഗുഡ് ബാഡ് അഗ്ലിയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ഈ ചിത്രത്തിൽ വില്ലന്റെ ഭാഗത്താണെന്നാണ് തോന്നുന്നത്. കാര്യം തോക്കുമായിട്ടൊക്കെ ചാടി വരുന്നത് കണ്ടു ട്രെയിലറിൽ. ഗുഡ് ബാഡ് അഗ്ലി എന്ന ഈ ചിത്രം വിജയിക്കേണ്ടത് അജിത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവസാനമായിട്ട് വന്ന വിടയാമയർച്ചി ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഏപ്രിൽ 10-നാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഏപ്രിൽ 10-ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക തിയേറ്ററിൽ എത്തുന്ന ദിവസമാണ്. ഗുഡ് ബാഡ് അഗ്ലിയുടെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ്. അതുപോലെ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദിത്യ രവിചന്ദ്രനാണ്. അപ്പോ ഗുഡ് ബാഡ് അഗ്ലിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി സിനിമ കണ്ടതിന് ശേഷം പറയാം. അപ്പോ ഓക്കെ, താങ്ക് യു, ബൈ.